കൺമഷിയുടെ കരി നല്ലോണം അരിച്ചല്ലേ എടുക്കുന്നതെന്നൊരു കസ്റ്റമർ ചോദിച്ചു എടുത്ത്. സത്യത്തിൽ ചോദ്യം എനിക്ക് അങ്ങോട്ട് പിടികിട്ടിയില്ല ശരിക്കും. എങ്കിലും എനിക്ക് തോന്നുന്നു അവർ ഏതൊരു ഹെർബൽ കാജൽ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ടാണ് അങ്ങനെ ചോദിച്ചതെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ആ പ്രോസസ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. നമ്മൾ കൺമഷി ഉണ്ടാക്കാനായിട്ട് പുകക്കരിയാണ് എടുക്കുന്നത്. അതായത് മരുന്നിൽ മുക്കി ഉണക്കിയ തുണി ആവണക്കെണ്ണയിൽ കത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന പുക ഒരു പാത്രത്തിൽ, അതിന് മൂടി വയ്ക്കുന്ന ഒരു പാത്രം ഉണ്ടാവും, ആ പാത്രത്തിൽ തട്ടിയിട്ട് ആ പാത്രത്തിൽ പിടിക്കുന്ന കരിയാണ് നമ്മൾ ചുരണ്ടിയെടുത്ത് ഉപയോഗിക്കുന്നത്. അതിൽ നമുക്ക് അരിക്കുന്നതൊന്നും സ്വപ്നം കാണാനേ പറ്റില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശ്വാസം നല്ല അമർത്തി ഒന്ന് അതിലേക്ക് പതിച്ചു കഴിഞ്ഞാൽ ഇത് മുഴുവനും പറന്നു പോകും. അത്രയ്ക്ക് സോഫ്റ്റും ലൈറ്റുമായിട്ടുള്ള കരിയാണത്. അപ്പോൾ അതുകൊണ്ട് അരിക്കല്ല ചെയ്യുക, പുകക്കരിയിൽ അരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ട്രഡീഷണൽ കൺമഷി ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ പുകക്കരിയാണ് എടുക്കുന്നത്. അത് വേറൊന്നും കത്തിച്ച് കൂട്ടിയിട്ട് അത് അരിച്ചെടുക്കുന്നതല്ല. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു.